നരേന്ദ്രമോദിയെ എൻഡിഎയുടെ നേതാവായി തിരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന മുന്നണി യോഗത്തിലാണ് തീരുമാനം. ഇന്ന് ബിജെപി എംപിമാരുടെ യോഗം ഡൽഹിയിൽ ചേരും. നാളെ എൻഡിഎയുടെ മുഴുവൻ എംപിമാരുടെ യോഗവും ചേരുന്നുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് എൻഡിഎ രാഷ്ട്രപതിക്ക് കത്ത് നൽകും. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ചയെന്നാണ് സൂചന. സത്യപ്രതിജ്ഞയ്ക്ക് അയൽ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന എൻഡിഎ യോഗത്തിൽ ടിഡിപി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെഡിയു നേതാവ് നിതീഷ് കുമാറുമടക്കം 15 പാർട്ടികളിൽ നിന്നായി 21 നേതാക്കൾ പങ്കെടുത്തു. നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണക്കത്തും ഈ യോഗത്തിൽ കൈമാറി. വിവിധ ചെറുകക്ഷികളിൽ നിന്നടക്കം 305 എംപിമാരുടെ പിന്തുണ എൻഡിഎക്കുണ്ടെന്നാണ് ബിജെപി നേതാക്കൾ അറിയിച്ചത്. സ്വതന്ത്രരായി വിജയിച്ച 7ലധികം എംപിമാരും പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിച്ചു. ശക്തമായ നേതൃത്വത്തിന് നൽകിയ അംഗീകാരമാണ് 6 പതിറ്റാണ്ടിന് ശേഷം രാജ്യം നരേന്ദ്രമോദിക്ക് നൽകിയതെന്ന് എൻഡിഎയുടെ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഭാരതത്തിന്റെ പാരമ്പര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ജനക്ഷേമവും വികസനവും മുൻനിർത്തി തുടർന്നും എൻഡിഎ സർക്കാർ ഭരിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ സൂചിപ്പിച്ചു. അതേസമയം വെള്ളിയാഴ്ച ബിജെപിയുടേതടക്കം എൻഡിഎയുടെ മുഴുവൻ എംപിമാരുടെയും യോഗം പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ നരേന്ദ്രമോദിയെ സഭാ നേതാവായി തെരഞ്ഞെടുക്കും. തുടർന്ന് എംപിമാരുടെ പിന്തുണക്കത്ത് നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് കൈമാറുന്നതോടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേദിയൊരുങ്ങും. ജനം, ഡൽഹി.